ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഫ്രൂട്ട് കസ്റ്റാർഡിൻ്റെ റെസിപ്പിയാണ്. ഈ ചൂട് സമയത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ ഇത് വളരെയധികം ഇഷ്ടമാകും. ഐസ്ക്രീമൊക്കെ തോറ്റു പോകുന്ന രുചിയാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ അത് നഷ്ടമാകും കേട്ടോ. ഫ്രൂട്ട്സും പാലൊക്കെ ചേർക്കുന്നതുകൊണ്ട് നല്ല ഹെൽത്തിയാണ്. അപ്പോൾ നമുക്ക് ഈ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് കസ്റ്റാർഡ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് കസ്റ്റാർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് പാലാണ്. ഞാനിവിടെ 1/2 ലിറ്റർ പാലിൻ്റെ അളവാണ് പറയണത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള മെമ്പേഴ്സിൻ്റെ എണ്ണത്തിനനുസരിച്ച് ഇതിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താം. ഇനി ഈ പാലിൽ നിന്ന് നമുക്ക് ഒരു 1/4 കപ്പ് പാലെടുത്ത് മാറ്റാം. ഇതിലേക്ക് നമുക്ക് കസ്റ്റാർഡ് പൗഡർ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാനാണ്. അപ്പോൾ അതൊരു 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കണം. കസ്റ്റാർഡ് പൗഡറിൻ്റെ അളവെന്ന് പറയുന്നത് 1 കപ്പ് പാലിന് 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ 2 കപ്പല്ലേ എടുത്തത്, അപ്പോൾ 2 ടേബിൾ സ്പൂൺ. ഞാനിവിടെ വാനില ഫ്ലേവറാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ എടുക്കാം. കസ്റ്റാർഡ് പൗഡർ നന്നായിട്ട് പാലിൽ അലിഞ്ഞു വരണം, കട്ടകളൊന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ പാല് അടുപ്പത്ത് വെക്കാം. അപ്പോൾ അതാ നമ്മുടെ പാല് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. അതാ നമ്മുടെ പാല് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഡിപ്പെൻസ് ആണ്, നിങ്ങൾക്ക് എന്തോരം മധുരം വേണം അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതാ നമ്മൾ ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. കസ്റ്റാർഡ് പൗഡർ ചേർക്കുമ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തീ കുറച്ച് വെച്ചാൽ മതി. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് കുറച്ചൊന്ന് കുറുക്കിയെടുക്കണം. ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വരണം. ചെറിയ തീയിൽ വെച്ചാൽ മതി. ഇത് ഓവറായിട്ടങ്ങ് തിക്കായി പോകരുത്. ഓവറായിട്ട് തിക്കാകുമ്പോൾ നമ്മൾ സെർവ് ചെയ്യുമ്പോൾ നന്നായിട്ട് കട്ടിയായിരിക്കും. അത്രയും കട്ടിയാകാൻ പാടില്ല. ഈ സമയത്ത് ടേസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. മധുരം വേണമെങ്കിൽ കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ വാനില ഫ്ലേവറുള്ള കസ്റ്റാർഡ് പൗഡറാണ് എടുത്തേക്കുന്നത്. വാനിലയുടെ ഫ്ലേവർ കുറവാണെങ്കിൽ 1-2 ഡ്രോപ്പ് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. തിക്കാകാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് തിക്കാകണം. അത്യാവശ്യം നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ചൂടാറുമ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വരും. ഈ ഒരു പരുവത്തിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിന് മുമ്പ് ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു നുള്ള മാത്രമേ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ തീ ഓഫ് ചെയ്യാണ്. എന്നിട്ട് ഇനി നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ അതാ നമ്മളിത് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ പാലിൽ പാട കെട്ടാൻ സാധ്യതയുണ്ട്. പാട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ടത്. ചൂടാറിയിട്ട് വേണം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്, നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അതാ ഇതിൻ്റെ ചൂടൊക്കെ അത്യാവശ്യം നന്നായിട്ട് ആറിയിട്ടുണ്ട്. ഇതിനെ ഒരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റുവാണേ. മാറ്റിയിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരണം. തണുത്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് തണുക്കണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തുറന്നു നോക്കാം. ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. നന്നായിട്ട് തിക്കായിട്ടുണ്ട്. ഒത്തിരി ലൂസും അല്ല, ഒത്തിരി തിക്കും അല്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഫ്രൂട്ട്സ് നിങ്ങളുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത നല്ല മധുരമുള്ള ഫ്രൂട്ട്സ് എടുക്കാൻ ശ്രദ്ധിക്കുക. വാഴപ്പഴമോ ഗ്രേപ്സോ മാതളമോ ആപ്പിളോ നിങ്ങൾക്ക് ഏതൊക്കെ ഫ്രൂട്ട്സ് ഇഷ്ടമുണ്ടോ അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ബ്ലാക്ക് ഗ്രേപ്സ്, അതേപോലെ തന്നെ ഗ്രീൻ ഗ്രേപ്സ്, മാതളം, കുറച്ച് പൈനാപ്പിള്, കുറച്ച് ആപ്പിൾ. ഇത്രയാണ്. ഇതിന് പകരം വാഴപ്പഴമോ കിവിയോ ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. മാമ്പഴമോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. വലിയ ഗ്രേപ്സ് ആണെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ചെറിയ ഗ്രേപ്സ് ആണെങ്കിൽ അത് അങ്ങനെ തന്നെ ഇട്ടാലും മതി. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിടുന്നുണ്ട്. മാതളമൊക്കെ ഇട്ടുമ്പോൾ
ഇത് നല്ല കളർഫുൾ ആവും. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ? കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. ഫ്രൂട്ട്സ് എല്ലാം ഒരു 1/4 കപ്പ് വീതം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒത്തിരി ഫ്രൂട്ട്സിന്റെ ആവശ്യമില്ല. ഫ്രൂട്ട്സ് എല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പൊ അതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 മണിക്കൂറും കൂടി ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്തല്ലേ, അപ്പൊ എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് തണുത്ത് വരട്ടെ. എന്നിട്ട് വേണം നമുക്കിത് സെർവിങ് പാത്രത്തിലേക്ക് മാറ്റി സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാനിത് 1 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റുവാണേ. ഇപ്പൊ അതാ നമ്മുടെ ഫ്രൂട്ട് കസ്റ്റാർഡ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. കുറച്ച് ഫ്രൂട്ട്സ് ഒന്ന് മേലെയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റുവാണേ. കണ്ടോ, കാണുമ്പോൾ തന്നെ അറിയാലോ, നല്ല ക്രീമി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൂട്ട് കസ്റ്റാർഡാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഈ ചൂടത്ത് കഴിക്കാൻ പറ്റിയതാണ്. ഫ്രൂട്ട്സും പാലൊക്കെ ചേർത്ത കാരണം നല്ല ഹെൽത്തിയാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇഷ്ടപ്പെടും. അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.